ഹലോ. അങ്ങനെ ഒരു തിരുവോണ ദിവസം രാവിലെ നമ്മളൊരു സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ ഒന്ന് കണ്ടാലോ. നമ്മളെ മലക്കറികളെല്ലാം നല്ല കണക്ക് തൊലിയൊക്കെ ചെത്തി നീളത്തിൽ അരിഞ്ഞു വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യമേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പിന്നെ നമ്മൾ ഇടുന്നത് ചേനയാണ് കേട്ടോ. മറ്റു മലക്കറിയേക്കാളും വേവ് കുറച്ചുകൂടെ ചേനയ്ക്ക് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യമേ ചേന ഇട്ടത്. അതിനുശേഷം ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേനും ബാക്കി മലക്കറികളും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇട്ടു. പിന്നെ നമ്മുടെ വാഴയിലയൊക്കെ വെച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അതിനുശേഷം കുറച്ച് എല്ലാം ഒന്ന് വെന്ത് വന്നപ്പോൾ നല്ല വെന്ത കടല അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 7-8 10 പിന്നെ കുറച്ച് ജീരകം പിന്നെ ഒരു മുളക് പിന്നെ കറിവേപ്പില ഇത്രയും കൂടെ അരച്ച് നമ്മൾ ചേർത്തു. അത് കഴിഞ്ഞ് അതൊന്ന് അടച്ചു വെച്ചു. അതിനുശേഷം വീണ്ടും അതൊന്ന് തുറന്നിട്ട് നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്തു. വീണ്ടും മൂടി വെച്ചു. അതിനുശേഷം വീണ്ടും തുറന്നതാ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വീണ്ടും അടച്ചു വെച്ചു. കുറച്ച് നേരം ഇരുന്ന് അങ്ങോട്ട് കഴിയുമ്പോൾ ഈ ഇലയുടെ മണവും എല്ലാം അതിലങ്ങോട്ട് പിടിച്ച് നല്ല അടിപൊളി അവിയൽ സെറ്റായി. എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ അവിയലൊക്കെ കൂടി സദ്യ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ.